ഒരു ഉമ്മ വന്നത് കുട്ടീനെ കൊതുകടിച്ച് മേലൊക്കെ മുറിയാവണമെന്ന് പറയാൻ വേണ്ടിയിട്ടാ. കുട്ടീന്റെ മേലെ എന്നും കൊതുകടിച്ച് മുറിവാകാണ്. ആ മുറിവിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് കുട്ടി സ്കൂളിൽ നിന്ന് വരികയെന്ന്. അപ്പൊ സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ കൗൺസിലിംഗ് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത്. സ്കിൻ ഡിസീസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു കൊതുക് ഓൻ ഇതുവരെ കുത്തിയിട്ടില്ല. പിന്നെ എന്തിനാ അവൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നതെന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മമാരും വാപ്പമാരും കേൾക്കുക. സ്കൂളിൽ ചെന്ന് ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുണ്ടാക്കും. ഈ മുറിവിലേക്ക് ഡ്രഗ്സ് ഇട്ട് കൊടുക്കും, ലഹരി പദാർത്ഥങ്ങൾ ആ മുറിവിൽ ഇട്ട് കൊടുക്കും, അതിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കും. നൈമിഷിക നേരം കൊണ്ട് ബ്ലഡിലേക്ക്, രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ലഹരി പദാർത്ഥങ്ങള്. അതവനെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുകയാണ്. ഉമ്മ വാപ്പയും പാവ അല്ലെ, മുറിയായതാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചു. ചോക്ലേറ്റ് തിന്നതാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഉമ്മയുടെ മൊബൈൽ ഫോൺ കാണിച്ചിട്ട് എന്നോട് പറയാണ്, ഡോക്ടർ, എൻ്റെ മോൾക്ക് ഒരു തരത്തിലുള്ള ചാറ്റിംഗ് ആപ്ലിക്കേഷൻസോ ഒരു തരത്തിലുള്ള അസ്വാഭാവികമായ ബന്ധങ്ങളോ ഇല്ല. എൻ്റെ ഫോൺ നോക്കൂ, ഇതിലൊരു ആപ്ലിക്കേഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരിക. ആ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഹൈഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് എങ്ങനെ സെർച്ച് ചെയ്യാമെന്ന് തൊട്ട് മുമ്പേ വന്നൊരു പെൺകുട്ടി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ് ഉപയോഗിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാ. ഇൻസ്റ്റഗ്രാമില് ഒരൊറ്റ അക്കൗണ്ടും ഇല്ല എന്ന് പറഞ്ഞ ആ ഫോണില്, ആ മൊബൈൽ ഫോണില് ഉമ്മയറിയാതെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ 4 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ആ അക്കൗണ്ടുകളിലൂടെ 40-ലേറെ ആളുകളോട് ആ പെൺകുട്ടി വളരെ വൾഗറായി ചാറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പറ്റിക്കുക നമ്മളെയൊക്കെ. ഇതാണ് പറയുന്നത്, അപ്ഡേറ്റഡ് ആവണം. നമ്മൾ അപ്ഡേറ്റഡ് ആവണം. നമ്മളുടെ അറിവ് ഇവിടെ നിൽക്കേണ്ടതല്ല. കുട്ടികളുടെ അറിവുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവർ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്.